മലപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ്. കാരണം ഇവിടെ പല വിധത്തിലും മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒറ്റ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ്. ഇതുപോലെ മതസൗഹാർദ്ദമുള്ള ഒരു നാട് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഹലോ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു കർഷകനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ കർഷകൻ എന്തിനാണ് പരിചയപ്പെടുന്നത് വെച്ചാൽ, ഈ ഒരു കർഷക ഫാമിലിയിലെ രച്ചായൻ്റെ 1 ഏക്കർ ഭൂമിയും അതോടൊപ്പം ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ടെറസ് വീടും. അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്? ഈ ഭൂമിയിൽ ഒരു 46 കായ്ഫലമുള്ള തെങ്ങും പിന്നെ ഒരു 120 റബ്ബറും, വെട്ടുന്ന റബ്ബറും, കുരുമുളക്, പിന്നെ ഇത്രയും ആദായം. പിന്നെ മറ്റൊക്കെ പറയുവാണെങ്കിൽ കറുവായുണ്ട്. അതുകൊണ്ട് ഇതുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു വരുമാനമായിട്ട് കൂട്ടുന്നില്ല. വെള്ളത്തിനെ പറ്റി, വെള്ളത്തിനെന്ന് പറഞ്ഞാൽ കുടിവെള്ളം തൊട്ട് മുറ്റത്താണ് നിൽക്കുന്നത്. അതായത് ഒരിക്കലും പറ്റിയിടത്ത വെള്ളമുണ്ട്. കോരിയെടുക്കാം, മോട്ടോർ വെച്ചിട്ടുള്ള കണക്ഷൻ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വെള്ളമാണ് ഉള്ളത്. ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഏകദേശം 150 മീറ്റർ റോഡ് ഫ്രണ്ടേജ്, 1 ഏക്കറിൽ 150 മീറ്റർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ റോഡ്, ടാറിംഗ് റോഡ് മെയിൻ ഭാഗം, പിന്നെ ഏകദേശം ഒരു 70-80 മീറ്ററോളം ഒരു ഭാഗം പഞ്ചായത്ത് റോഡ്, പിന്നെ വേറെ റോഡ് അല്ലേ, അങ്ങനെ ചുറ്റുഭാഗം 3 ഭാഗം റോഡുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇതിന് എങ്ങനെ ആകുമ്പോൾ ഉള്ള സുഖം എന്ന് വെച്ചാൽ മുറിച്ചു കൊടുക്കാം അല്ലേ, എടുക്കുന്ന ആൾക്കാർക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചേനതിൽ മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മൊത്തത്തിൽ വിൽക്കുകയാണ്, അതായത് ഒരുമിച്ച് വിറ്റ് പോകുന്നതാണ് എനിക്ക് താല്പര്യം. പിന്നെ അതല്ല, ഇനി മൊത്തത്തിൽ കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ 2 ആയിട്ടാണ് കൊടുക്കും. വീടും കുറച്ച് സ്ഥലമായിട്ടേ കൊടുക്കും. വീട് 50 സെന്റ്. ഒരു 50 സെന്റ് വീട് അവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട്, വീട് ആവശ്യമില്ല ആൾക്കാർക്ക് വേണമെങ്കിൽ, വീട് ആവശ്യമുള്ളവരാണെങ്കിൽ വീട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 50 സെന്റ് കൊടുക്കും.